പ്രിയദർശിനി KSRTC ബസ് നമ്മുടെ പെണ്ണുങ്ങൾക്ക് യാത്രാ സൗജന്യം അനുവദിക്കുന്ന ബസ്. ഇത് പ്രാവർത്തികമാകുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. സ്ത്രീകൾക്ക് എല്ലാ ബസ്സിലും കൊടുക്കാൻ കഴിയില്ല. ഓർഡിനറി ബസ്സുകളിൽ, ഇപ്പോൾ തമിഴ്നാട്ടിൽ മോഡലിൽ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യം കൊടുക്കാമെന്ന്. പക്ഷേ ഇപ്പോൾ ഉള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിള്ളേരല്ലേ പിണ്ണാക്കല്ലേ തിന്നോട്ടെ എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ അത് ചാക്കുംപടി വേണം എന്ന ഒരു ഒലക്കമേല പരിപാടിയാണ് ഇവിടുത്തെ പെണ്ണുങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, യാത്രക്കാരെ. അതായത് ഏതൊരു പദ്ധതിയും ആവിഷ്കരിക്കുന്നത് നിലവിലുള്ള യാത്രക്കാർ, ആ യാത്രക്കാരെ നോക്കും. ആ യാത്രക്കാരെ എത്ര പേരുണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് ഇത് കണക്ക് കൂട്ടുന്നത്. എന്നാൽ ഒരു സൗകര്യം കൊടുക്കുമ്പോൾ, ജനങ്ങൾക്കൊരു സൗകര്യം കൊടുക്കുമ്പോൾ കുറച്ചധികം വരും, അത് സ്വാഭാവികം. പക്ഷേ ഇപ്പോഴത്തെ കേസിൽ ഈ സ്ത്രീ സൗജന്യം ഏർപ്പെടുത്തിയപ്പോൾ ആവശ്യത്തെക്കാളേറെ അനാവശ്യത്തിന്, പിള്ളേരല്ലേ കിട്ടിയത് പിണ്ണാക്കല്ലേ തിന്നോട്ടെ എന്ന് പറയുന്നത് പോലെ രാവിലെ ഒരു പണിയില്ലാതിരിക്കുന്ന കുറേ എണ്ണം അങ്ങ് കയറാണ് KSRTC ബസ്സിൽ. എന്നിട്ട് എങ്ങോട്ടും പോകാം, എവിടെ ചെന്നിറങ്ങാം, അവിടെ ചെന്നിറങ്ങി അവരുടെ ദൂരത്തും കാര്യങ്ങളും ടൂറും എല്ലാം കഴിഞ്ഞ് തിരിച്ചതുപോലെ ഏതെങ്കിലും ഒരു പ്രിയദർശിനി കയറിയിട്ട് നേരെ ഇങ്ങ് പോരുകയാണ്. അതായത് ഒരു ബസ് ചാർജിൻ്റെ ഒരു ചെറിയൊരു പണം അതൊരു വരുമാനമാക്കി മാറ്റി, ഒരു സേവിങ്സ് ആക്കി മാറ്റാൻ വേണ്ടി സർക്കാർ ഒരു പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ അത് ദുരുപയോഗം ചെയ്ത് ഉള്ള പൈസയും കൂടി അടിച്ചു കളയുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഇതൊരു വസ്തുതയാണ്, ഇത് ചൊറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഉള്ള കാര്യമാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ ഇത്രയധികം ഇടിച്ചു കയറ്റത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഏതായാലും 100 ദിനം ഒരു ടെസ്റ്റാണെന്നല്ലോ പറഞ്ഞത്. എൻ്റെ ഒരു അഭിപ്രായം നമുക്ക് പറയാമല്ലോ, സർക്കാർ എന്തോ തീരുമാനം എടുത്തോട്ടെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്ത്രീകൾക്ക് ഒരു മാസത്തിൽ ഇത്ര യാത്ര അങ്ങനെ ആക്കിയാൽ മതി. ഒരു മാസം 30 ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഇത്ര യാത്ര എന്നാക്കുക. അത്രയും കോളങ്ങൾ പഞ്ചടിക്കാനുള്ള സംവിധാനം ചെയ്ത് കൊടുക്കുക. അതവർക്ക് ഒരു ദിവസം കൊണ്ട് വേണമെങ്കിലും ചെയ്ത് തീർക്കാം, ഒരു മാസം കൊണ്ട് വേണമെങ്കിലും ചെയ്തു തീർക്കാവുന്ന അവസ്ഥയിലേക്ക് സംവിധാനം ചെയ്തു കൊടുക്കുക. അതായിരിക്കും നല്ലത്. അത് കുറച്ച് പ്രായം കൂടിയവർക്കും അർഹതയുള്ളവർക്കുമായിട്ട് അത് കൊടുക്കുക. ആ കൺസെഷൻ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ, സൗജന്യ യാത്രാ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ കാർഡും കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് സൗജന്യ യാത്ര ചെയ്യാം. ഓരോ യാത്രയും മാർക്ക് ചെയ്യപ്പെടും. നിശ്ചിത സൗജന്യ യാത്ര എണ്ണം കഴിഞ്ഞാൽ പിന്നീട് കാശ് കൊടുത്ത് യാത്ര ചെയ്യണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരിക. ഇതായിരിക്കും ഈ പ്രായോഗിക തലത്തിൽ നല്ലത്. ഇപ്പോഴത്തെ നിലവിലുള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിൽ 2 പ്രയാസങ്ങളുള്ളത്. ഒന്ന്, ഈ സ്ത്രീകളുടെ യാത്രാ സമയം മാറി എന്നുള്ളതാണ്. ഈ പ്രിയദർശിനി ബസ്സിൻ്റെ സമയം അനുസരിച്ചിട്ട് മാറി. അതിൽ കയറുന്ന പ്രായമുള്ളവർക്കും പുരുഷന്മാർക്കും മറ്റുള്ളവർക്കും യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായി. ഈ പെണ്ണുങ്ങൾ കയറി അങ്ങോട്ട് ഇരിക്കും, ടിക്കറ്റ് കൊടുക്കില്ല, ഒന്നും കൊടുക്കില്ല. മന്ത്രി പറഞ്ഞത് ശരിയായ കാര്യമാണെന്നേ അങ്ങോട്ട്. പക്ഷെ അത് മന്ത്രി പറഞ്ഞതുകൊണ്ടാണ് വിവാദമായത്. നമ്മളാരും പറഞ്ഞാൽ വിവാദമാവുമല്ലോ. ഒരു കാര്യമില്ലാതെ കയറി ഇങ്ങോട്ട് കുത്തിയിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു വല്യമ്മേൻ്റെ ഒരു വോയിസ് കേട്ടു. 60 വയസ്സിന് മേലെ 65 വയസ്സുണ്ട് അവർക്ക് കയറിയിട്ട് ഒന്ന് ഇരിക്കാൻ, ഒന്ന് പിടിച്ച് നിൽക്കാൻ, അതായത് കാല് നിലത്ത് വെച്ച് നിൽക്കാനുള്ള ഒരു സ്ഥലമില്ല, അമ്മാതിരി നിൽക്കുകയാണ്. ഒന്ന് ഇരിക്കാനുള്ളൊരു അവസരം കൊടുത്തില്ല എന്നുള്ളതാണ്. മനസാക്ഷി ഇല്ലാത്തവരാണ് ഈ സ്ത്രീകളെന്ന് പറയുന്നത്. പുരുഷന്മാർ പിന്നെ എഴുന്നേറ്റ് കൊടുക്കും. ഈ ടിക്കറ്റ് ഇല്ലാതെ കയറാൻ വേണം, കുത്തിഞ്ഞെരിക്ക് കയറാൻ വേണം, എന്നാൽ ബാക്കിയുള്ളവരെ ഒന്നും പരിഗണിക്കുകയില്ല എന്നുള്ളൊരവസ്ഥ കുറച്ച് കഷ്ടമാണ്. അതുകൊണ്ട് മാറണം. ഈ സൗജന്യ യാത്ര വേണ്ടെന്നല്ല പറയുന്നത്. സൗജന്യ യാത്ര ഒരു നിശ്ചിത യാത്ര, ഒരു മാസത്തിൽ ഇത്ര യാത്ര എന്നാക്കി പരിമിതപ്പെടുത്തണം. അത് അർഹതയുള്ളവർക്ക്, മുതിർന്ന പൗരന്മാർക്കും വരുമാനത്തിൽ താഴെയുള്ളവർക്കും ഇപ്പോൾ BPLൻ്റെ കാർഡ് കൊടുക്കുന്നത് പോലെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് കാർഡ് കൊടുക്കുക. അതിന് വലിയ നൂലാമാലയൊന്നും ഉണ്ടാക്കരുത്. ആ കാർഡ് വാങ്ങി 1 വർഷത്തേക്കുള്ള കാർഡ് കൊടുത്താൽ മതി. അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ യാത്ര ചെയ്യട്ടെ. ആ കാർഡിൽ ഇനി അവരുടെ ഒരു ഫോട്ടോയും കൂടെ പതിച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആൾ മാറി യാത്ര ഇതൊന്നും വേണ്ട. അപ്പോൾ നമ്മളിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന പോലെ മറ്റതുപോലെ ഒരു സൗജന്യ യാത്രാ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്നാലും സർക്കാരിന് ലാഭമായിരിക്കും. കാര്യം ബാക്കിയുള്ളവർ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുമ്പോൾ ആ പൈസ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വരുന്നുണ്ടല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ വലിയ നഷ്ടത്തിലേക്കാണ് പോരാൻ പോകുന്നത്. ഇവിടെ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു സൗജന്യ യാത്ര അനുവദിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മേലെ കൂത്തിയിരുന്ന് നിരങ്ങുന്ന ഒരു പരിപാടിയുണ്ട്. അത് എന്തോ അതങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഒരു ആനുകൂല്യം കൊടുക്കുന്നത് അർഹതയുള്ളവരായിരിക്കണം അത് ഉപയോഗിക്കേണ്ടതും, അനാവശ്യമായിട്ട് ഉപയോഗിക്കരുത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചാക്കമ്പടി വേണമെന്ന് വാശി പിടിക്കരുത്. അവനവൻ്റെ വയറിന് തിന്നാനുള്ളത് മതിയല്ലോ, അത് മതി. അത് കൊള്ളുന്നത് കഴിച്ചാൽ മതി. ആവശ്യത്തിന് യാത്ര ചെയ്താൽ മതി, എന്നാലേ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് KSRTC ബസ് മാത്രമല്ല, സ്വകാര്യ ബസ്സും ഉണ്ട്. ഇങ്ങനെ ലിമിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഏതായാലും 100 ദിവസം കഴിയുന്ന സമയത്ത് ഇത്തരത്തിലൊരു മാറ്റം ഈ യോഗ്യത ഉള്ളവർക്ക്, സാമ്പത്തികമായിട്ടും അല്ലാതെയും പ്രായമുള്ളവർക്കും, അങ്ങനെയുള്ള അത് സാമ്പത്തിക അവസ്ഥയുടെയും വയസ്സിൻ്റെയും ഒക്കെ കണക്കിൽ ഒരു മാസത്തേക്ക് ഇത്ര യാത്ര അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ഇത്ര യാത്ര എന്ന് കണക്കാക്കിയിട്ട് ഫോട്ടോ പതിച്ചിട്ടുള്ള
ഒരു കാർഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. കാർഡില്ല എന്നുണ്ടെങ്കിൽ കാശ് കൊടുക്കണം. അതുപോലെ കാർഡ് കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നതുകൊണ്ട് ഫോട്ടോ പതിച്ചിരിക്കുകയാണ്. ഈ 2 കാര്യങ്ങൾ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു പരിഹാരമാവുമെന്ന് എനിക്ക് തോന്നുന്നത്. വേണമെങ്കിൽ ഇത് പ്രിയദർശിനി ആക്കണ്ട, എല്ലാ ബസ്സിലും കൊടുത്തോ. ഈ ലോക്കൽ ബസ്സുകളുടെ കാര്യമാണ് പറയുന്നത്. സിറ്റി ഫാസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് ഓടുന്ന ബസ്സുകളുണ്ടല്ലോ, സിറ്റി ഫാസ്റ്റ്, അതിലും കൊടുത്തോട്ടെ. അതാകുമ്പോൾ ലിമിറ്റ്, ഒരു പരിധി ഉണ്ടല്ലോ, അത് കഴിഞ്ഞാൽ ഒരു ടിക്കറ്റ് എടുത്ത് തന്നെ യാത്ര ചെയ്തോളും. ബാക്കി അതിൻ്റെ മേലേക്കുള്ള ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ്, ഡീലക്സ് അമ്മാതിരിയുള്ളതിൽ കൊടുക്കാൻ വേണ്ട. ലോക്കൽ ബസ്സുകളിലെല്ലാം സിറ്റി ഫാസ്റ്റ് അടക്കമുള്ള മുഴുവൻ യാത്രാ സൗകര്യം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് നേരിടുന്ന സാമ്പത്തിക പ്രയാസം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. Different angles. Don't forget to subscribe and support this channel.